ഇറാനുമായി ഒരു യുദ്ധം സത്യമായി ഉണ്ടായിരിക്കും, യാതൊരു സംശയവും വേണ്ട. അത് നടന്നേ തീരും. അത് വളരെ താമസിയാതെ നടക്കുകയും ചെയ്യും. ഇറാനുമായി യുദ്ധം വന്നാൽ മിഡിൽ ഈസ്റ്റ് ഇനിയും അട്ടിമറിയും. മിഡിൽ ഈസ്റ്റ് അട്ടിമറിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്രോതസ് മുഴുവനും നശിച്ചു. അതുകൊണ്ട് എക്കണോമിക്കൽ സിസ്റ്റത്തെ കൃത്യമാക്കാൻ നമ്മൾ പഠിക്കണം. സൂക്ഷിച്ച് ചെലവഴിക്കാൻ പഠിച്ചവർക്ക് ദാരിദ്ര്യം വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. ഇത് നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം. ഞാനിത് വളരെ പണ്ടേ നിങ്ങളോട് പറയുന്നുണ്ട്. ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇറാൻ. ഞാൻ 2000 മുതൽ പറയുന്ന വർത്താനാണ്. പഴയ കേസറ്റൊക്കെ കേട്ട എന്നൊക്കെ അറിയാം. അടുത്ത യുദ്ധം ഇറാനുമായാണ്. അത് ഭയാനകമായിരിക്കും. അതിനാരാ ചെയ്യുക? അതിന് മറ്റുള്ളവരാണ് ചെയ്യുക. എന്തുകൊണ്ട്? ഒരു നഷ്ടവും അവർക്കില്ല. നഷ്ടം ആർക്കുള്ളത്? പറ, ആർക്കാ നഷ്ടം സംഭവിക്കുക? മുസ്ലിമീങ്ങൾക്ക്. ഇറാൻ ഇനി ഒരിക്കലും അമേരിക്കയെ തിരിച്ചടിക്കില്ല. ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുക എങ്ങനെയായിരിക്കും? ഒരു സാധാരണ നിലയിൽ ഒരു രാജ്യം തിരിച്ചടിക്കുകയും പോലെ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ഖത്തറിലോ സൗദിയിലോ പറ ഉള്ള അമേരിക്കൻ ക്യാമ്പുകളെ ആക്രമിക്കുകയാണ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായും എന്തുണ്ടാവും? ആ രാഷ്ട്രം ആ പക്ഷത്ത് ചേരും. ഇത് നടക്കൂലേ? നടക്കും. ഇത് നടന്നേ തീരും. ഇറാനുമായി യുദ്ധം അനിവാര്യമാണ്. അത് നടന്നേ തീരും. അത് ഫിത്നത്തുൻ അമ്മാഉ സമ്മാഉ അമ്മിയാ. അത് കണ്ണില്ലാത്തയും കാതില്ലാത്തയും യുദ്ധമായിരിക്കും. മനുഷ്യരാശി ഇന്നുവരെ കണ്ടതിൽ വെച്ച് വലിയ യുദ്ധം സംഭവിക്കും. അതിന് ഇനി കാലതാമസമില്ല. സംഭവിച്ചിരിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത് നിങ്ങൾ ആരോട് ചോദിച്ചാ പറയുന്നത്? ഇത് മുത്തുനബി പറഞ്ഞതാ. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഞാൻ കുറേ കാലങ്ങളായി നിങ്ങൾ കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. അതങ്ങനെ തന്നെ നടക്കാറുണ്ട്. അതൊരു കവടി നേരത്തെ പറയുന്ന വർത്താനല്ല. അതങ്ങനെ സംഭവിക്കൂ. അതിൻ്റെ രീതി അങ്ങനെയാണ്. അതിൻ്റെ രീതി കണ്ടാൽ അങ്ങനെയാണ്. അത് അങ്ങനെ വരൂ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് സംഭവിക്കും. അത് സംഭവിക്കും. സംഭവിച്ചത് കഴിഞ്ഞാൽ ഇനി മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധമുണ്ടായാൽ ഒരിക്കലും എക്കണോമിക്കൽ സിസ്റ്റം നേരെ നിർത്താൻ കഴിയൂല. അത് ഏറ്റവും ബാധിക്കുക കേരളത്തിനെയാണ്. അനാവശ്യമായ ഷോപ്പിങ്ങുകളിൽ പെണ്ണുങ്ങളെ നിയന്ത്രിക്കണം. ഇന്നത്തെ നമ്മളെ സാഹചര്യം ഇപ്പോഴും നമ്മളെ പെണ്ണുങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇതിനേക്കാൾ വലിയൊരു വിപത്താണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഒരു കല്യാണം ഉണ്ടായി എന്ന് സങ്കല്പിക്കുക. ഒരു കല്യാണം ഉണ്ടായാൽ ആ കല്യാണത്തിന് പുതുവസ്ത്രം കൊടുക്കണം. അത് അങ്ങനെ തന്നെയല്ലേ പറയും? അത് അടുത്ത ആഴ്ച പിന്നെ കുടുംബത്തിൽ വേറൊരു കല്യാണം ഉണ്ടായാൽ വേറെ തുടങ്ങണം. കല്യാണങ്ങൾക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് എൻ്റെ കുട്ടിക്കാലത്ത് കല്യാണം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള അവസരം. കാരണം മര്യാദക്ക് ഭക്ഷണം ഇല്ല. വേഷപ്രധാനമല്ല, ഭക്ഷണപ്രധാനമാണ്. അതായത് ഒരു കല്യാണത്തിന് പോകുന്നത് തിന്നാനാണ്, അല്ലാതെ എന്തല്ല കുപ്പായം കാണിച്ചു കൊടുക്കാനല്ല. ഇന്ന് കല്യാണത്തിന് പോകുന്നത് പറയും മനുഷ്യന്മാരെ തിന്നാനല്ല, പിന്നെ ഉടുപട കാണിച്ചു കൊടുക്കാനാണ്. ആണോ അല്ലേ? പറയും മനുഷ്യന്മാരെ. അങ്ങനെ തന്നെയാണ് എല്ലാം അങ്ങനെയാണ്. പ്രകടനങ്ങൾ അങ്ങനെയാണ്, ഒക്കെയാണ്. എല്ലാ പ്രകടനങ്ങളും നിങ്ങൾ കണ്ടിട്ടില്ല? നല്ല കടകടക്ക് കുപ്പായിട്ടിട്ടാണ് എല്ലാവരും പ്രകടനത്തിന് മുന്നിലേക്ക്. കല്യാണം പോലെയാണ് പ്രകടനം. പ്രകടനത്തിനൊക്കെ വരുന്ന ആളുകൾ അങ്ങനെ മുന്നിൽ അങ്ങനെ കണ്ടാൽ നല്ല വെള്ളയും കുപ്പായിട്ടിട്ട് ഇങ്ങനെ എന്തോ ഗൗരവമായ കാര്യം ജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പ്രകടനത്തിന് വരുന്നത്. പക്ഷെ അവരെ കടകടക്ക് കുപ്പായിട്ട് വരിക വേഷപ്രധാനാണ്. അല്ല കടക്ക് കുപ്പായിട്ടിട്ടാണ് ഒക്കെ അങ്ങനെയായി. അട്ടിമറിഞ്ഞു. എന്റെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാല് പിന്നെ കല്യാണത്തിന് ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ല. എന്റെ ഓർമ്മ പറയാണ് ഞാൻ. ആഴ്ച കഴിഞ്ഞാൽ നിക്കാഹ് ഉണ്ടാവും. നിക്കാഹ് കഴിഞ്ഞിട്ട് മോലിയർക്കും പുതിയ അപ്പൾക്കൊക്കെ ഭക്ഷണം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പരക്ക ഭക്ഷണം കൊടുക്കും. അങ്ങനെയാണ് എൻ്റെ കുട്ടിക്കാലത്തെ കല്യാണത്തിൻ്റെ ഓർമ്മ. അങ്ങനെയല്ലേ? ഇശ കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഉസ്താദ്മാരും മറ്റൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും? നിക്കാഹ് കഴിയും. നിക്കാഹ് കഴിഞ്ഞിട്ട് മൂല്യന്മാരും ആ പ്രധാനപ്പെട്ടവരും പിന്നെ പുതിയ അപ്പളിനൊപ്പം വന്നവർക്കും ഭക്ഷണം കൊടുക്കും. പിന്നെ നമ്മൾ നാട്ടുകാരെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കും. അതിനു വേണ്ടി നേരത്തെ തന്നെ വന്ന് കൂടും.
പറയാം അങ്ങനെയൊക്കെ അല്ലേ. എന്നാലും അൽഹംദുലില്ലാ ആ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ് മനുഷ്യന്മാർക്ക്. അതിനു വേണ്ടി മനുഷ്യന്മാർ നേരത്തെ തന്നെ വരും അല്ലേ.